അപ്പൊ ഈ മാനസരോവർ തടാകം എന്ന് പറയുന്നത് ബ്രഹ്മാവ് മനഃശക്തി കൊണ്ട് സൃഷ്ടിച്ചൊരു തടാകമാണ്. അത് ഈ പറഞ്ഞ അപ്സരസ്, യക്ഷ, ഗന്ധർവ അങ്ങനെയുള്ള എല്ലാവരും, എല്ലാ സെലസ്റ്റിയൽ ബോഡീസും സ്വർഗവാസികളായിട്ടുള്ള എല്ലാവരും വന്ന് കുളിക്കുന്ന തടാകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ആ തടാകം ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനെ പറ്റി തന്നെ കാലങ്ങളോളം തർക്കങ്ങളുണ്ടായിരുന്നു. അങ്ങനെ തടാകം ഉണ്ടോ, അത് പുരാണത്തിലെ എഴുതിയിട്ടുള്ളതാണ്. അപ്പൊ മാനസരോവർ തടാകം എന്ന് പറഞ്ഞാൽ വലിയൊരു തടാകമാണ്. നല്ല ശുദ്ധജല തടാകമാണ്. ഏറ്റവും ഉയരം കൂടിയ തലത്തിലെ ശുദ്ധജല തടാകങ്ങൾ 250 സ്ക്വയർ കിലോമീറ്ററോളം വലിപ്പമുള്ളൊരു തടാകം. വളരെ പ്രസന്നമായ ഒരു തടാകം. എങ്ങനെയാണ് ഒരു ജലാശയത്തിന് ഇത്രയും സന്തോഷം തരാൻ പറ്റുക നമുക്ക് സംശയിച്ചു കൂടുതലാണ്. മാനസരോവറിന്റെ കൈലാസ് മാനസരോവറിന്റെ കരയിൽ നിന്ന് നിൽക്കുകയാണെന്ന് പറയുന്നത് വളരെ അതിന്റെ കുറെ വർണ്ണിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. കാരണം വെച്ചാൽ അത്ര മനോഹരമാണ്. നിറച്ച് ജീവജാലങ്ങളുണ്ട്. നമുക്ക് ഹംസങ്ങളെ, രാജഹംസങ്ങളെ കാണാൻ പറ്റുന്ന ഒരു തടാകമാണ്. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള പ്രദേശം. അത് കാണുമോ കാണില്ല എന്നുള്ളത് വേറെ വിഷയം. അതായത് ഈ സ്വർഗവാസികളായവർ കുളിക്കാൻ വരുന്ന തടാകത്തിന്റെ കരയിൽ അവരെ കാത്ത് രാത്രിയിൽ ഇരിക്കുക എന്ന് പറയുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങൾ ആലോചിക്കും. എത്ര രസകരമായ ഒരു അനുഭവമായിരിക്കും, എത്ര അഭൗമികമായ ഒരു അനുഭവമായിരിക്കും.